ലച്ച എവിടേക്ക് പോയി ജാനിക്കുട്ടി? അമ്മമ്മ അടിക്കലുണ്ടാ? അമ്മമ്മ അടിക്കോ? ഹലോ, വെൽക്കം ബാക്ക്. പൊന്നു ലച്ചു ഇല്ലാത്ത കാരണം ഒരു സുഖമില്ല. അവര് സ്കൂളിൽ പോയി. ജാനിക്കുട്ടി ഇത് അവിടെ ഉണ്ട്. ജാനിക്കുട്ടി ഇനി കരഞ്ഞൊരു വിധാക്കും. ഞാൻ ജാനിക്കുട്ടീനെ മുടി വെട്ടിക്കാൻ കൊണ്ടുപോവാ. കുറെ ദിവസമായി ഞങ്ങൾ മുടി വെട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണം. അച്ഛനും ഞാനും ജാനിക്കുട്ടിയും കൂട്ടിയിട്ടാണ് പോണത്. അമ്മ വരുന്നില്ല, അമ്മയ്ക്ക് കുറച്ച് പണിയുണ്ട്. പിന്നെ പറമ്പിൽ പണിക്കാരുണ്ടെന്ന് ചോറൊക്കെ ആയിട്ട് അച്ഛൻ പോയിട്ടുണ്ട്. എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡി ആയിട്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതാ ഞാൻ റെഡി ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അച്ഛപ്പ കാറായിട്ട് വരും. ജാനിക്കുട്ടി വേണ്ടേ? അതാ അച്ഛൻ വരുന്നു. ഇതാ വരുന്നുണ്ട് കേട്ടാ. അച്ഛൻ വരുന്നു. അച്ചാച്ചൻ ദാ പറമ്പിലായിരുന്നു. പറമ്പിന്ന് ഇതാ വരുന്നുണ്ട്. കിടി 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 കിടി. പോവാ ടാറ്റ, പോവാ. മുടി വെട്ടാൻ പോവാ. ഓക്കേ പറഞ്ഞേ. അച്ഛനെ പോയിട്ട് വിളിക്ക്. അച്ഛനെ വിളിക്ക്. ഞാൻ ചോദിക്കട്ടെ, ബേബി മുടി വെട്ടുമ്പോ കരയോ? ബേബിയുടെ മുടി വെട്ടുമ്പോ കരയോ? എങ്ങനെ കരയാ? എങ്ങനെ കരയാ? കരയില്ല അല്ലേ? ഗുഡ് ഗേൾ. ഇത് ബേബിയുടെ സീറ്റ് ആട്ടാ. ബേബി കരയില്ല. ഗുഡ് ഗേൾ. ഞങ്ങൾ പാർലറിൽ വന്നപ്പോൾ അവൾക്ക് മനസ്സിലായി മുടി വെട്ടാൻ വേണ്ടി വന്നതാണെന്ന്. അപ്പം പിന്നെ ഭയങ്കര ഷോക്കായി, മുഖമൊക്കെ വാടി ആകെ വിഷമമായിട്ട് ഇങ്ങനെ ഇരിക്കും. കഴിഞ്ഞ 2 തവണയും ഏട്ടനും പൊന്നും കൂടിയിട്ട് കൊണ്ടുപോയിട്ടാ. അത് കാരണം കഴിഞ്ഞ 2 തവണത്തെയും ബുദ്ധിമുട്ടൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇത്തവണ പിന്നെ അവരൊന്നും ഇല്ലാത്ത കാരണം ഞാൻ പോയി. മുടി വെട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചങ്ങരംകുളത്തേക്ക് പോയിട്ട്, ഞങ്ങൾ വളയംകുളത്തു നിന്നാണ് മുടിയൊക്കെ വെട്ടിയത്. എന്നിട്ട് ചങ്ങരംകുളത്ത് പോയി അച്ഛനെ മരുന്നൊക്കെ വാങ്ങി തിരിച്ചു വരുമ്പോൾ നല്ല കപ്പക്കിഴങ്ങുണ്ടായിരുന്നു. അച്ഛൻ ഇങ്ങനെ തിരഞ്ഞെടുത്തതാണ് കേട്ടോ. കയ്പ്പൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കിയപ്പോൾ അതൊന്നുമില്ല, നല്ല ടേസ്റ്റുള്ള കപ്പയെന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ വീട്ടിലേക്ക് വിട്ടു. നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഒരു 4 മണി ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. നമ്മൾ പുതിയ നല്ല കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള പരിപാടിയിലൊക്കെയാണ്. അപ്പം അതിന് എന്നെ അമ്മയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം രാവിലെ തൊട്ടിട്ടേ ഞങ്ങൾ വീട്ടിലെ പണിയൊക്കെ തീർത്ത് വെച്ചിട്ട് പിന്നെ അതുമ്മേൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ലേറ്റായി. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോഴാണ് ഓടി വന്നിട്ട് പിന്നെ ഹെയർ കട്ട് ചെയ്യാനൊക്കെ പോയത്. അച്ഛനും നല്ല പണി തന്നെ കേട്ടോ. അച്ഛനും പറമ്പിൽ പണിക്കാരും തിരിയൊക്കെയാണ്. അപ്പോൾ ഇതാ കൂവ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. എന്തായാലും ഇതിൻ്റെ വീഡിയോസ് വരുന്നുണ്ട്, എല്ലാവരും ചെക്ക് ചെയ്യാൻ മറക്കില്ല കേട്ടോ. പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ മേടിച്ചതാട്ടോ. ഇത് പൊന്നു പറഞ്ഞു ഇന്ന് വൈകിട്ട് വരുമ്പോൾ ഇതുണ്ടാക്കിയാൽ മതി. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അതുണ്ടാക്കാം. അതാണെങ്കിൽ പെട്ടെന്ന് പരിപാടിയും കഴിയില്ലോ. ഞങ്ങളാണെങ്കിൽ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ 3 മണിയായി. പിന്നെ 1 മണിക്കൂറൊക്കെയാണ് ഒന്ന് കിടന്നത്. അത് കാരണം ക്ഷീണം അങ്ങോട്ട് മാറിയിട്ടില്ല. അപ്പം ഞാനിതിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്യാപ്സിക്കം, ക്യാരറ്റ്, ഒനിയനൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് വെജിറ്റബിൾസൊക്കെ നന്നായി സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. വെജിറ്റബിൾസ് നന്നായി ചെറുതാക്കി എരിഞ്ഞെങ്കിൽ അവരത് കഴിക്കില്ല, അല്ലെങ്കിൽ അതെടുത്ത് മാറ്റാറുണ്ട്. ലച്ചുവിന് കൂടുതൽ മാറ്റുന്ന ആൾ. പൊന്നുവിന് വലിയ കുഴപ്പമൊന്നുമില്ല. പൊന്നു ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ കഴിക്കും. ലച്ചു ചിലപ്പോൾ ചില വെജിറ്റബിൾസൊക്കെ എടുത്തിട്ട് മാറ്റിയിട്ട് ജസ്റ്റ് ആ നൂഡിൽസ് മാത്രം എടുത്ത് കഴിക്കും കേട്ടോ. അങ്ങനെ വെജിറ്റബിൾസൊക്കെ സെറ്റായപ്പോൾ ഞാൻ ഈ ഒരു പാക്കറ്റ് പൊട്ടിക്കാൻ വേണ്ടി നോക്കി. പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇതിൽ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. അച്ഛനും പൊന്നൂനും പിന്നെ ലച്ചുവിനും വേണമല്ലോ. അപ്പോൾ ഇതിൽ 2 പാക്കറ്റിൽ നോക്കുമ്പോൾ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. പിന്നെ അത് മാത്രമല്ല ഇതിൽ ഡ്രൈ ആയിട്ടുള്ള വെജീസും ഉണ്ട്, വേറെ സീസണിങ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ ഫുൾ പാക്കായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി വെജീസൊക്കെ സോർട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും?
അപ്പോൾ ഇതും കൂടി അതിലേക്ക് ഇട്ട് കുറച്ചും കൂടി ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ വക കുറേ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഇതൊക്കെ അതിലേക്ക് ഇട്ടു. മസാല കുറവായിട്ടുള്ളൂ കേട്ടോ, ഭയങ്കര സ്പൈസിയാണിത്. ആ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ തന്നെ എനിക്ക് തുമ്മാൻ വന്നു, അത്രയും എരിവുണ്ട്. പിള്ളേർ ഇതുപോലെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് തന്നെ ആയിരിക്കും ഇതുപോലൊക്കെ മേടിക്കുന്നതല്ലാതെ ഞാനിത് കഴിച്ചിട്ടില്ല. ഇതിന് മുന്നേ എപ്പോഴോ ഇത് മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഇത് കഴിക്കാൻ പറ്റില്ല. ഫുൾ മസാലയൊക്കെ ഇട്ട് അവർക്ക് കഴിക്കാൻ പറ്റില്ല. അവർ തന്നെ ഉണ്ടാക്കിയത്. നൂഡിൽസൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അങ്ങനെ വെജിറ്റബിൾസൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി തിളച്ചപ്പോൾ ആ മസാല പൗഡർ ഇട്ടു കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നൂഡിൽസ് ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും അവർ വരാറുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്വാണ്ടിറ്റി കുറവുള്ള കാരണം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അടുത്ത ഓപ്ഷൻ എന്താ, അവർക്ക് വിശപ്പ് മാറിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പോപ്കോൺ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോപ്കോൺ അവർക്ക് ഇഷ്ടം. അപ്പോഴേക്കും എന്താ പൊന്നു വന്നു. അയ്യ റസൂലല്ലേ, എന്താ ഒരു സങ്കടം. അങ്ങനെ പോപ്കോണൊക്കെ റെഡിയാക്കി, ചായ വെച്ചു. ഞാൻ നൂഡിൽസൊക്കെ റെഡിയാക്കി. പിന്നെ എനിക്ക് കാരമൽ പോപ്കോൺ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ആദ്യമായിട്ട് മലേഷ്യയിൽ പോകുമ്പോഴാണ് നല്ല കാരമൽ പോപ്കോൺ കഴിച്ചു. പിന്നെ നമ്മുടെ ചങ്ങരംകുളത്തുള്ള മാസ് തിയേറ്ററിലും കാരമൽ പോപ്കോൺ കിട്ടും, പക്ഷെ എപ്പോൾ പോയാലും സോൾഡ് ഔട്ടാണെന്ന് പറയും. അപ്പോൾ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ശരിക്കും ഇത് ഉണ്ടാക്കുക. ഇതിപ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയ വെച്ചിട്ട് ഞാൻ കുറച്ച് ഷുഗർ കാരമലൈസ് ചെയ്തിട്ട് അതിലേക്ക് പോപ്കോൺ ഇട്ടിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ നമുക്ക് കഴിക്കാനുള്ള ആ ഒരു ആഗ്രഹമില്ല, അത് സാധിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ പൊന്നു നൂഡിൽസ് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ പൊന്നിന് ഇഷ്ടമായിട്ട് അധികം സ്പൈസ് ഒന്നുമില്ല, ഞാൻ കുറച്ചല്ലേ മസാലയൊക്കെ ഇട്ടുള്ളൂ. പിന്നെ ലച്ചു വന്നു കഴിഞ്ഞ ഉടനെ മുകളിലോട്ട് പോവും. അവിടെ ഷീറ്റിൻ്റെ മുകളിലൊക്കെ നടന്ന് കുറച്ച് മരത്തമ്മലൊക്കെ ചാടി കയറിയിട്ടൊക്കെയാണ് പിന്നെ അവൾ താഴേക്ക് വരിക. അങ്ങനെ ലച്ചു ഞങ്ങൾ കൂവ ഇടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലച്ചു ഇതൊക്കെ ചോദിക്കുന്നത് എന്താണെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അവരിത് കണ്ടിട്ടില്ല. അങ്ങനെ വൈകുന്നേരമായി, വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചു. ദൈവമേ കാത്തുകൾ കണ്ണു കൈവിടാതിന്നു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കൂരാവിവന്തോ. ഇനിയിപ്പോൾ ഇരുട്ടായി, ഇനിയിപ്പോൾ പഠിപ്പിക്കണം പിള്ളേരെ. അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗായിട്ട് വരാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.